ഞങ്ങൾ തോപ്പിൽ ബാസി ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളാണ്. എൻ്റെ പേരറിയാലോ, പൊന്നേൻ രവീന്ദ്രൻ. ഞാനാണ് ഫൗണ്ടേഷൻ ചെയർമാൻ. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് അദ്ദേഹം സെക്രട്ടറി. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് അദ്ദേഹമാണ് ഇതിൻ്റെ ട്രഷററും കൺവീനറും. ഞങ്ങളിന്ന് എല്ലാവരെയും കാണാൻ തീരുമാനിച്ചത് ഒരു സുപ്രധാന കാര്യം പറയാനാണ്. എല്ലാ വർഷവും നമ്മൾ തോപ്പിൽ ബാസിയുടെ പേരിൽ ഒരു അവാർഡ് കൊടുക്കാറ് പതിവുണ്ട്. ആ അവാർഡ് വ്യത്യസ്ത മേഖലകളിലാണ്. തോപ്പിൽ ബാസി വിഹരിച്ച എല്ലാ മേഖലകളും ഓരോ തവണയായി മാറി മാറി കൊടുക്കും. ഒരു തവണ പത്രപ്രവർത്തന മേഖലയായിരുന്നു, ഒരു തവണ വിഷ്വൽ മീഡിയൻ്റെ മേഖലയായിരുന്നു, ഒരു തവണ നാടകത്തിൻ്റെ മേഖലയായിരുന്നു, ഒരു തവണ സിനിമയായിരുന്നു. ഇത്തവണ സാഹിത്യരംഗത്തെ സമഗ്ര സേവനത്തിലുള്ള അവാർഡാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. മലയാളത്തിൽ ഇന്ന് എഴുത്തുകാർ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അതിൽ നമുക്ക് മറക്കാനാവാത്ത ഒരു പ്രധാനപ്പെട്ട ആളാണ് പെരുമ്പടവം ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ നോവൽ ഇപ്പം എല്ലാവരെയും മനസ്സിലുണ്ട്, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള നോവൽ. അദ്ദേഹം ഇതുവരെ എഴുതിയ നോവലുകളെല്ലാം കഥകളും മനുഷ്യ മനസ്സിലെ വിചാരങ്ങളെ കടലാസിൽ പകർത്തി നമ്മുടെ മനസ്സിനകത്ത് അതൊരു ഓളമുണ്ടാക്കുന്ന കൃതികളായിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ നമ്മളെ ജഡ്ജിങ് കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചത് ശ്രീ പെരുമ്പടവം ശ്രീധരന് ഇത്തവണത്തെ തോപ്പിൽ ബാസി അവാർഡ് നൽകാനാണ്. അവാർഡിൻ്റെ തുക 33,333 രൂപയാണ്. അതിനു പുറമെ കാരക്കമണ്ഡം വിജയകുമാർ രൂപകൽപ്പന ചെയ്ത ശില്പവും ഇപ്പം പ്രശസ്തി പത്രവും കൊടുക്കും. ഇത്തവണ നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിച്ചു. എല്ലാ തവണയും കൊടുക്കുന്നതിന് പുറമെ ഇത്തവണ നമ്മൾ ഒരു ഏകാംഗ നാടക മത്സരം സംസ്ഥാന അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, സംസ്ഥാനത്ത് ഇത്രമാത്രം നാടകം എഴുതുന്ന ചെറുപ്പക്കാരികളോട് നമ്മൾ മനസ്സിലാക്കിയില്ല. വന്ന് നോക്കുമ്പോൾ നമ്പർ ഒരുപാട് കൂടി. ഒരുപാട് പ്രയാസപ്പെട്ട് ജഡ്ജിങ് കമ്മിറ്റി തന്നെ. അവസാനമായി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലല്ലേ, തിരുവനന്തപുരം ജില്ലയിൽ ഷാജി ഡൊമിനിക് പുതുവൽ എന്ന് പറയുന്ന ആളാണ് ഇത്തവണ സമ്മാനത്തിന് അർഹരായത്. ഒരു സമ്മാനം നമ്മളുള്ളൂ. ആ സമ്മാനത്തിന് ക്യാഷ് അവാർഡ് കൊടുക്കും, അതിൻ്റെ കൂടെ പ്രശസ്തി പത്രവും കൊടുക്കും. എന്തായാലും ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയം അത് മനോഹരമായി ഏകാംഗ നാടകത്തിലൂടെ അവതരിപ്പിക്കാൻ ആ എഴുത്തുകാരന് കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം മദ്യവും മയക്കുമരുന്ന് ഇപ്പോൾ നാടിനെ വല്ലാത്ത അവസ്ഥയിലാക്കിയിരിക്കുക. പ്രത്യേകിച്ച് പുതിയ സമൂഹത്തെ അതിനെതിരായുള്ള വലിയ ഒരു ശബ്ദമാണ് ഏകാംഗ നാടകത്തിൽ കൂടി നാടകത്ത് നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയത്. അതുകൊണ്ട് അതാണ് നമ്മൾ പൊതുവിൽ തീരുമാനിച്ചിരിക്കുന്നത്. തോപ്പിൽ ബാസിയെക്കുറിച്ച് നമുക്കറിയാം, മലയാള നാടക രംഗത്ത് ഒരു മാറ്റത്തിൻ്റെ വഴി കൊണ്ടുവന്ന ഒരാളാണ് തോപ്പിൽ ബാസി. ഒന്ന്, ജനകീയ പ്രസ്ഥാനങ്ങൾ, ജനങ്ങളോട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവ മനോഹരമായി മനുഷ്യ മനസ്സിലേക്ക് പ്രതിഫലിപ്പിക്കാൻ തോപ്പിൽ ബാസിയുടെ നാടകങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. ആദ്യത്തെ പ്രധാന നാടകമാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ആവേശകരമായൊരു ചിത്രമായി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. അവസാനമായി പരമപിള്ള കൊടിയിങ്ങത്ത എന്ന് പറയുമ്പോൾ സദസ്സ് മുഴുവൻ എഴുന്നേറ്റിരുന്ന് കൊടിയിങ്ങത്ത എന്ന് പറയുമ്പോൾ കൊടി വാങ്ങാൻ കാത്തിരിക്കുന്ന പോലെ ഉള്ളൊരു അനുഭവം ചവറയിൽ ആദ്യമുണ്ടായി. അത് 10,000-കണക്കിന് സ്റ്റേജുകൾ അവതരിപ്പിച്ച് ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും അവതരിപ്പിച്ചു, വിദേശത്തും അവതരിപ്പിച്ചു. അങ്ങനെ നാടകരംഗത്ത് ഒരു വിപ്ലവം നടത്തിയ തോപ്പിൽ ബാസിയുടെ പേരിൽ അവാർഡ് വളരെ പ്രാധാന്യമുള്ള അവാർഡാണ്. ഇതുവരെയുള്ള അവാർഡുകളെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മുടെ വള്ളിക്കാവ് മോഹൻദാസ് സംസാരിക്കും.
ഇത്രയും കാര്യം ഞാൻ പറയാം. വള്ളിക്കാവ് മറ്റു കാര്യങ്ങൾ എന്നോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത് 1993-ലാണ്. 92-ൽ തോപ്പിൽ ഭാസി ഈ ലോകത്തോട് വിട പറയുന്നു. തൊട്ടടുത്ത വർഷം തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നു. ആദ്യത്തെ ചെയർമാൻ ശ്രീ പി കെ വാസുദേവൻ നായരായിരുന്നു. ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ പന്ന്യൻ രവിയേട്ടനാണ്. ഇത്ര കാലവും തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്നുണ്ട്. പുസ്തക പ്രസിദ്ധീകരണം, അവാർഡ്, സെമിനാറുകൾ, ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഫൗണ്ടേഷൻ നടത്തി വരുന്നുണ്ട്. തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ ഗവേഷണ പ്രബന്ധം തോപ്പിൽ ഭാസി ഫൗണ്ടേഷനാണ് പ്രസിദ്ധീകരിച്ചത്. ആ തരത്തിൽ തോപ്പിൽ ഭാസിയുടെ രചനയെയും തോപ്പിൽ ഭാസിയുടെ കൃതികളെക്കുറിച്ചുമുള്ള ഗൗരവമായ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. തോപ്പിൽ ഭാസി അവാർഡ് ഏർപ്പെടുത്തിയിട്ടിപ്പോൾ 13 വർഷമായിരിക്കുന്നു. ആദ്യത്തെ അവാർഡ് ഓയിനിക്കുറുപ്പ് സാറിനായിരുന്നു. പിന്നീട് ശ്രീ ചലച്ചിത്രത്തിനുള്ള അവാർഡ് KPSC ലളിതയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് നാടകത്തിനുള്ള അവാർഡ് കവാലം നാരായണ പണിക്കർക്ക് കൊടുത്തു. സാഹിത്യത്തിനുള്ള അവാർഡ് സുഗതകുമാരി ടീച്ചറിന് കൊടുത്തു. പത്രപ്രവർത്തനത്തിൽ മലയാള മനോരമയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബ്, അത് കഴിഞ്ഞിട്ട് വിഷ്വൽ മീഡിയയിൽ സിന്ധു സൂര്യകുമാർ, വീണ്ടും പത്രപ്രവർത്തനത്തിൽ മലയാള മനോരമയിൽ തന്നെ നമ്മുടെ അങ്ങനെ വിവിധ എഴുത്തുകാർക്കും പത്രപ്രവർത്തകർക്കും നാടകരംഗത്തുള്ള ആളുകൾക്കും മാറി മാറി കൊടുക്കുകയാണ്. നടൻ ശ്രീനിവാസന് ചലച്ചിത്ര അവാർഡ് കൊടുത്തിട്ടുണ്ട്. പുതുശ്ശേരി രാമൻ സാറിന് അവാർഡ് കൊടുത്തിട്ടുണ്ട്. സുജിത് നായർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതാത് രംഗത്തുള്ള ശ്രദ്ധേയരായ ആളുകൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്. അത് മുതിർന്ന ആളുകൾക്ക് മാത്രമല്ല, പുതുതലമുറയിലുള്ള ആളുകൾക്കും നാടകത്തിന് മനോജ് നാരായണന് അവാർഡ് കൊടുക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ വർഷം ചലച്ചിത്ര രംഗത്തെ ശ്രീ മധുവിനാണ് അവാർഡ് നൽകിയത്. അപ്പോൾ ഈ തരത്തിൽ പുതിയ തലമുറയെയും പഴയ തലമുറയും ഒരുപോലെ തന്നെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ് തോപ്പിൽ ഭാസി അവാർഡിൻ്റെ സ്വഭാവം. അതാണ് തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി വർഷമാണ് ഇത്. ആ ജന്മശതാബ്ദി പ്രവർത്തനങ്ങളുടെ സമാപനമാണ് തിരുവനന്തപുരത്ത് 8-9 തീയതികളായി നടക്കുന്നത്. 8-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ എഴുത്തുകാരനും നാടകകാരനും ചലച്ചിത്രകാരനുമായ ശ്രീ മധുപാലാണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. 9-ാം തീയതി നടക്കുന്ന അവാർഡ് സമർപ്പണ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും KPSCയുടെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ ബിനോയ് വിശ്വമാണ് അവാർഡ് സമർപ്പണം നടത്തുന്നത്. ഇത്തവണ നമ്മൾ ഈ ജന്മശതാബ്ദി വർഷമായതുകൊണ്ട് ഏകാംഗ നാടക മത്സരം നടത്തണം എന്നാലോചിച്ചു. നാടകരചനാ മത്സരം. തോപ്പിൽ ഭാസി ആദ്യം എഴുതുന്നത് ഒരു ഏകാംഗ നാടകമാണ്. ആ നാടകത്തിൻ്റെ പേര് മുന്നേറ്റം എന്നാണ്. ആ നാടകത്തിന് ശേഷമാണ് അദ്ദേഹം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം എഴുതുന്നത്. തോപ്പിൽ ഭാസി നാടകരംഗത്ത് തുടക്കം കുറിക്കുന്നത് ഏകാംഗ നാടക രചനയിലൂടെയാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിലും ഏകാംഗ നാടക രചനാ മത്സരം തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ വന്നിട്ടുള്ള നാടകങ്ങൾ നേരത്തെ രവിയേട്ടൻ പറഞ്ഞതുപോലെ ഈ ഷാജി ഡൊമിനിക് പൊതുവൽ എഴുതിയിരിക്കുന്ന വലയിൽ വീണ കിളികൾ എന്നാണ് ആ ഏകാംഗ നാടകത്തിൻ്റെ പേര്. ഈ മയക്കുമരുന്നിന് അഡിക്റ്റാവുകയും മയക്കുമരുന്നിൻ്റെ വലിയ ശൃംഖലയിലേക്ക് വീണു പോവുകയും ചെയ്യുന്ന യുവജനങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണമാണ് ആ നാടകം. സാമൂഹ്യ പ്രസക്തിയുള്ള വളരെ കാതലായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഏകാംഗ നാടകം എന്ന നിലയിൽ അതിന് ഏറെ പ്രസക്തിയുണ്ട്. ആ തരത്തിൽ തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ ആ നാടകത്തെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളോട് എന്നും മാധ്യമലോകം വലിയ അനുഭാവപൂർവ്വമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ സഹായങ്ങളും പിന്തുണയും നിശ്ചയമായിട്ടും ഞങ്ങൾ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. പത്രപ്രവർത്തകരെയും തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ ആദരിക്കുന്നു എന്നത് നമ്മൾക്കിടയിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു സുവർണ്ണ നൂലിഴയാണ്. തോപ്പിൽ ഭാസി എന്ന നാടകകാരൻ ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു നാടകകൃത്തിനും ലഭിക്കാത്ത അംഗീകാരം ലഭിച്ച നാടകകാരനാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെല്ലാം 18 നാടകങ്ങളും KPSC ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. 2 നാടകങ്ങൾ മാത്രമാണ് മറ്റൊരു സംഘം, അതും KPSCയുടെ ഭാഗം തന്നെയായിരുന്നു, പ്രതിഭ തിയേറ്റേഴ്സ്. എല്ലാ നാടകങ്ങളും KPSC വഴി അവതരിപ്പിക്കാൻ കഴിയുക, ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ പിന്നിലുണ്ടാവുക, കേരളമാകെ ആ നാടകങ്ങൾ ഏറ്റുവാങ്ങുക. ആ തരത്തിൽ തോപ്പിൽ ഭാസി അസാധാരണ പ്രതിഭയുള്ള ഒരു നാടകകൃത്താണ്. മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ടും അവസാനമായിട്ടുമായിരിക്കും ഒരു നാടകകാരൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നാടകമാക്കുന്നത്.
ഒളിവിലി ഓർമ്മകൾ എന്ന വളരെ പ്രഖ്യാതമായ തോപ്പിൽ ഭാസിയുടെ ജീവചരിത്രം അദ്ദേഹം ഏറ്റവും അവസാനമായി അദ്ദേഹം സംവിധാനം ചെയ്തതും നാടകമാക്കിയതും ഒളിവിലി ഓർമ്മകൾ എന്ന നാടകം തന്നെയാണ്. ആ തരത്തിലും വളരെ അസാധാരണ പ്രകൃതിയുള്ള ഒരു നാടകകാരനും സംവിധായകനും എഴുത്തുകാരനുമാണ് തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസിയെക്കുറിച്ച് ഓർക്കുവാനും തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തെ വീണ്ടും പുതുതലമുറയിലേക്ക് എത്തിക്കുവാനും ഈ തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ പ്രതിജ്ഞാബദ്ധമാണ്. ഈ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നടത്തുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പത്രപ്രവർത്തകർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഡയറക്ട് ബോർഡ് അംഗമായ ശ്രീ ഫ്രാൻസ് സാറിനെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ ചെയർമാനും സെക്രട്ടറിയും സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയുടെ സമാപന സമ്മേളനം 8-9 തീയതികളിലായി തിരുവനന്തപുരത്ത് ജോയിന്റ് കൗൺസിൽ ഹാളിൽ നടക്കുമ്പോൾ 8-ാം തീയതി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മധുപാൽ ആണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. 9-ാം തീയതി അവാർഡ് ദാന സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം അവർ നിർവഹിക്കുമ്പോൾ അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ കഴക്കൂട്ടം പ്രേംകുമാറാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഞങ്ങൾ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി വളരെ ഭംഗിയായി നടത്തി വരികയാണ്. ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മറ്റു പലരും നടത്തുന്നത് പോലെ യാതൊരു രീതിയിലും ഒരു റെസീറ്റ് അടിച്ച് പിരിവൊന്നും നടത്താതെ തന്നെയാണ് ഈ ഫൗണ്ടേഷൻ വളരെ ഭംഗിയായി ഈ അവാർഡ് ദാന പരിപാടികൾ നടത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ കേരള സമൂഹത്തിൽ ഒത്തിരിയേറെ സ്വീകാര്യത ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ അവാർഡ് ദാന പരിപാടിയിലും അതുപോലെ തന്നെ 8-ാം തീയതി നടക്കുന്ന ഈ അനുസ്മരണ പരിപാടിയിലും നിങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം.